ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം, നിനക്ക് പുല്ലുവിലയാണോ? എന്തായിരിക്കാം കാരണം? അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ അത് നമുക്ക് വളരെ വളരെ പ്രയോജനപ്രദമാകും. കാരണം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എനിക്ക് വിലയുണ്ടാകണം, എന്നെ മറ്റുള്ളവർ വില മതിക്കണം. വേറെ ചിലർ സ്ഥിരം പല്ലവിയാണ്, എനിക്കെന്ത് വില, എനിക്ക് പുല്ലുവില, ആരാണ് എനിക്ക് വില കൽപ്പിക്കുക? ഇങ്ങനെയൊക്കെയുള്ള സ്ഥിരം പല്ലവികൾ നമ്മൾ കാണാറുണ്ട്. ശരിക്കും നമുക്ക് പുല്ലുവിലയാണ് തോന്നുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വില കൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക്, വില നൽകുന്ന കാര്യങ്ങൾക്ക് നാം കൽപ്പിച്ചത് പുല്ലുവിലയായിരിക്കാം. അങ്ങനെ ഒരു 5 കാര്യങ്ങളെക്കുറിച്ച് വചന വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വില പകരുന്ന കാര്യങ്ങൾ, അതിന് ഞാൻ പുല്ലുവില കൽപ്പിച്ചാൽ പിന്നെ എനിക്കെങ്ങനെ വിലയുണ്ടാവും? ആ കാരണങ്ങൾ കണ്ടെത്തുന്നത് വളരെ നല്ലതായിരിക്കും. ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും, ഇസ്രായേൽക്കാർ വിലയുള്ളവരായി അവർക്ക് തോന്നിയ സമയങ്ങൾ, അവരുടെ വില നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ, ഇത് രണ്ടും ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ എണ്ണത്തിൽ കൂടുതലുണ്ടായതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഇനി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ കൂടെ നിന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ശക്തരാകാൻ പറ്റിയത്, യുദ്ധത്തിൽ വിജയിക്കാൻ പറ്റിയത്. വൻ ശക്തികൾ നിങ്ങൾക്കെതിരെ വന്നിട്ടും അവർ പരാജയപ്പെട്ടതിൻ്റെ കാരണം എന്താ? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇസ്രായേൽക്കാർ വലിയ വിലയുള്ളവരായി മാറിയ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ വില കളഞ്ഞ സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിനെതിരെ അവർ നീങ്ങിയപ്പോൾ, പാപത്തിലേക്ക് അവർ നിബന്ധിച്ചപ്പോൾ അവരുടെ വില നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ പരിതാപകരമായ രീതിയിൽ അവർ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സംഭവങ്ങൾ. നമ്മൾ ആരാ ശരിക്കും പറഞ്ഞാൽ? പുതിയ ഇസ്രായേൽ. നമുക്ക് വിലയുണ്ടാകണമെങ്കിൽ ദൈവം വില പകരണം. അതിന് നാം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. നമ്മളതിന് പകരം പാപസുഖം തേടി പാപവഴികളിലൂടെ പോകുമ്പോൾ ദൈവമക്കളുടെ ആ വില നമ്മൾ കളഞ്ഞു കുളിക്കുകയാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ എടുക്കാം. നിയമാവർത്തനം 4 7-ാമത്തെ വചനം എടുത്താൽ, ഇസ്രായേൽക്കാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇതുപോലെ ഒരു ശ്രേഷ്ഠ ജനത വേറെ ഉണ്ടോ? എന്താ കാരണം? അവർക്ക് വിലയുണ്ടാകാനുള്ള കാരണം, അവർ വിളിക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് ഇതാ ഞാൻ എന്ന് പറയാൻ ഒരു ദൈവം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശ്രേഷ്ഠ ജനതയായിട്ട് അവർ മാറിയത്. വിലാപങ്ങൾ 1:14 എടുക്കുമ്പോൾ ഈ ശ്രേഷ്ഠ ജനത കുത്തിയിരുന്ന് മോങ്ങുന്ന രംഗം കാണാൻ പറ്റും. അവർ പറഞ്ഞെന്താ? ഞങ്ങളുടെ പാപങ്ങൾ ദൈവം ഒരു നുകമാക്കി ഞങ്ങളുടെ കഴുത്തിൽ വെച്ച് കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അടിമത്തത്തിലേക്ക് അവർ പോയിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എന്ത് വില? അടിമകൾക്ക് എന്താ വില? അതിന് കാരണം എന്താ? അവർ ചെയ്തു കൂട്ടിയ പാപങ്ങൾ. അതുമൂലം അവരുടെ വില നഷ്ടപ്പെടുന്ന ആ ഒരു രംഗം കാണാൻ പറ്റും. 3-ാം അധ്യായം വിലാപങ്ങൾ 3:9, ചെത്തിയെടുത്ത കല്ലുകൊണ്ടെന്ന പോലെ ദൈവം അവരുടെ വഴി അടച്ചു. പിന്നെ അവർക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും? അങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന ഇസ്രായേൽക്കാർ, എന്താ കാരണം? അവർ ദൈവത്തിനെതിരെ നീങ്ങിയത്, ദൈവത്തെ പരിത്യജിച്ചത്. അതുകൊണ്ടാണ് അവരുടെ വില നഷ്ടപ്പെട്ടത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, പുതിയ ഇസ്രായേലായ നമ്മെക്കുറിച്ച് ദൈവവചനം പറയുന്നൊരു കാര്യം. 1 പത്രോസ് 2:9 വായിച്ചാൽ മതി. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്. ഒരു പുരോഹിതൻ അല്ലെങ്കിൽ പൗരോഹിത്യത്തെക്കുറിച്ചൊക്കെ ആൾക്കാർ വർണ്ണിച്ച് പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ എത്ര ഭാഗ്യപ്പെട്ടവർ! ഈ പുരോഹിത ഗണത്തിൽപ്പെട്ടവർ ഞങ്ങൾ ലോഹയിട്ട വൈദികർ മാത്രമല്ല, ദൈവമക്കളായി നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിത ഗണമാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി വിശുദ്ധരായി ദൈവത്തിന് സ്വന്തമായി ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. നമുക്ക് ഒരുപാട് വിലയുണ്ടാകും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ശരിക്കും നമുക്ക് വില പകരുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവ്വം നമ്മൾ പാലിച്ച് ജീവിക്കുമ്പോഴാണ്. ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ, നിയമാവർത്തനം 4:40, 6-ാം അധ്യായം 4 മുതലുള്ള വചനങ്ങൾ, ഏഷ്യ 48:18, ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കൽപ്പന പാലിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വൻ കാര്യങ്ങൾ, വലിയ സമ്പത്ത്, അതെ, വലിയ സമാധാനം, ഇതേക്കുറിച്ചെല്ലാം ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ കാണുന്നത് ആ ഒരു 5 കാര്യങ്ങൾ, നമുക്ക് വില പകരുന്ന കാര്യങ്ങൾ. അതിനെ വില കൽപ്പിച്ച് ഏറ്റെടുക്കാൻ നമുക്ക് പറ്റണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, വില കൊടുത്ത് സ്വന്തമാക്കാൻ നമുക്ക് പറ്റണം. കുറച്ച് ത്യാഗമൊക്കെ അതിനായിട്ട് നമ്മൾ എടുക്കണം. അപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ കണ്ണുകളിൽ വിലയുള്ളവരായിട്ട് മാറുക. ഒന്നാമത്തെ കാര്യം, സുപ്രധാന കൽപ്പന പാലിക്കുന്നവർക്കേ കർത്താവിൻ്റെ കണ്ണുകളിൽ വിലയുണ്ടാവും. സുപ്രധാന കൽപ്പന ഏതാണത്? മർക്കോസ് 12:30 വായിച്ചാൽ കാണാൻ പറ്റും. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ. ഈ കൽപ്പന പാലിക്കാതെ നമുക്ക് വിലയുണ്ടാകത്തില്ല. ഈ കൽപ്പന ശ്രദ്ധാപൂർവ്വം പാലിച്ചാൽ ഒരുപാട് വില അതിലൂടെ നമുക്കുണ്ടാകും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഗലാത്യർ 5:15 വായിച്ചാൽ ഇതിൽ മറ്റെല്ലാ കൽപ്പനകളും അടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ
എല്ലാ കൽപ്പനകളും പാലിക്കുന്നവരായി മാറും. അതിൻ്റെതായ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യമാണ്, നമുക്ക് വില പകരുന്ന ഒരു കാര്യമാണ് ജ്ഞാനസമ്പാദനം. സുഭാഷിതങ്ങൾ 4:7 ജ്ഞാനസമ്പാദനമാണ് സർവപ്രധാനം. എന്ത് ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക. ഈ ഒരു കാര്യം ചെയ്യാതെ നീ എന്തെല്ലാം സമ്പാദിച്ചാലും നിനക്ക് വിലയുണ്ടാകത്തില്ല. നമ്മൾ കാണുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 24. ലോകം രക്ഷപ്പെടണോ? ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കണം. കുടുംബം രക്ഷപ്പെടണോ? ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കണം. ജ്ഞാനസമ്പാദനമാണ് സർവപ്രധാനം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. മൂന്നാമത്തെ കാര്യമാണ്, സത്യമാർഗത്തിൽ നയിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ കുറച്ച് ചൊറി മാറാനും മുടി കൊഴിച്ചിൽ മാറാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് മാത്രമുള്ള നമുക്ക് നിയോഗം വെക്കാനുള്ളൂ. എന്ത് പരിതാപകരം! അതിനേക്കാളൊക്കെ സത്യമാർഗത്തിൽ നയിക്കപ്പെടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നുള്ളത് പ്രഭാഷകൻ 37-ാം അധ്യായം 15-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ആ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകണം. അതിനുവേണ്ട പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നും വരണം. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയാതെ ജീവിക്കുന്ന ആ ഒരു അവസ്ഥ നമ്മൾ അതിനായിട്ട് പ്രാർത്ഥിക്കണം. നാലാമത്തെ കാര്യമാണ്, സ്വർഗത്തിന് വില കൽപ്പിക്കുന്നവർക്ക് വിലയുണ്ടാവും. മത്തായി 16:26 എന്താ പറയുക? നീ സ്വർഗം നഷ്ടമാക്കിയിട്ട് ലോകം മുഴുവൻ നേടിയാലും നിനക്ക് പുല്ലുവില. പക്ഷേ സ്വർഗത്തിന് വേണ്ടി നീ എന്ത് നഷ്ടപ്പെടുത്താൻ തയ്യാറായാലും നിനക്ക് ഈ ലോകത്തും വിലയുണ്ടാകും, മരണാനന്തരം നിനക്ക് വിലയുണ്ടാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനത്തെ 5-ാമത്തെ കാര്യമാണ്, പാവങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവർക്ക് കർത്താവിൻ്റെ കണ്ണുകളിൽ വലിയ വിലയുണ്ടാകും. ഗലാത്യർ 2:10 അവിടെ പൗലോസ് ഏറ്റു പറയുന്നൊരു കാര്യമുണ്ട്. പത്രോസും മറ്റ് അപ്പസ്തോലന്മാരും എനിക്ക് തന്ന ഒരു നിർദ്ദേശം, ഏക നിർദ്ദേശം, പാവങ്ങളെക്കുറിച്ച് ചിന്ത വേണം. പാവങ്ങളെ സ്നേഹിക്കുന്നവർ ദൈവത്തെയാണ് സ്നേഹിക്കുക. കാരണം അനാവിം ഗാഡ് ഓഫ് ദ പുവർ, പാവങ്ങളുടെ ദൈവം. അതാണ് ലൂക്കാസ് വിശേഷൻ ദൈവത്തിന് കൊടുത്ത ഒരു ശീർഷകം. ഈ 5 കാര്യങ്ങൾ വിലമതിക്കുന്നവരുടെ ജീവിതം വിലയുള്ളതായി മാറും. ഇവയ്ക്ക് പുല്ലുവില കൽപ്പിക്കുന്നവരുടെ ജീവിതത്തിന് പുല്ലുവിലയായിരിക്കും. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തേണ്ടത് തിരുത്താൻ നമുക്ക് തീരുമാനമെടുക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.